എട്ടാം ദൈവപ്രമാണം. കള്ളസാക്ഷ്യം പറയരുത്. കള്ളക്കുമ്പസാരം നടത്തിയിട്ടുണ്ടോ? കള്ളക്കുമ്പസാരം എന്നാൽ പാപം മറച്ചുവെച്ച് കുമ്പസാരിക്കുന്നതോ, ബോധപൂർവം അവ്യക്തമായി കുമ്പസാരിക്കുന്നതോ, വൈദികൻ പാപം മനസ്സിലാക്കാതിരിക്കാൻ മറുവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കുമ്പസാരിക്കുന്നതോ, വീണ്ടും വീണ്ടും അതേ പാപങ്ങൾ തന്നെ ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് കുമ്പസാരിക്കുന്നതോ ആണ്. ഇത്തരത്തിലുള്ള കള്ളക്കുമ്പസാരങ്ങൾ നടത്തിയിട്ടുണ്ടോ? കള്ളക്കുമ്പസാരത്തിൽ നാം ഏറ്റുപറഞ്ഞ ഒരു പാപവും മോചിക്കപ്പെടുന്നില്ല എന്നത് ഓർക്കുക. കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തിയിട്ടുണ്ടോ? പരദൂഷണം പറഞ്ഞിട്ടുണ്ടോ? ഏഷണി പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറഞ്ഞിട്ടുണ്ടോ? കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടോ? കള്ളസാക്ഷി പറഞ്ഞിട്ടുണ്ടോ? വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടോ? ഊമക്കത്ത് എഴുതിയിട്ടുണ്ടോ? മുഖസ്തുതി പറഞ്ഞിട്ടുണ്ടോ? വ്യർത്ഥ ഭാഷണം നടത്തിയിട്ടുണ്ടോ? സത്യം പറയേണ്ടിടത്ത് പറയാതിരുന്നിട്ടുണ്ടോ? വ്യാജമായി കുറ്റം ആരോപിച്ചിട്ടുണ്ടോ? നമുക്ക് വിചിന്തനം ചെയ്യാം. പരിശുദ്ധാരൂപിക്ക് എതിരായ പാപങ്ങൾ 6 ആണ്. 1. മോക്ഷം കിട്ടുകയില്ലെന്നുള്ള വിചാരം അഥവാ നിരാശ. 2. സൽപ്രവൃത്തി കൂടാതെ മോക്ഷം പ്രാപിക്കാമെന്നുള്ള മിഥ്യാപ്രതീക്ഷ. 3. ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത്. 4. അന്യരുടെ നന്മയിലുള്ള അസൂയ. 5. പാപം ചെയ്തതിനു ശേഷം അനുതപിക്കാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നത്. 6. അന്ത്യസമയത്ത് പോലും അനുതപിക്കാതെ പാപത്തോടുകൂടി മരിക്കുന്നത്. നമുക്ക് വിചിന്തനം ചെയ്യാം. മൂലപാപങ്ങളെക്കുറിച്ചുകൂടി ചിന്തിക്കാം. അഹങ്കാരം. എൻ്റെ പാപങ്ങൾ ഒഴികെ എന്നിലുള്ളതെല്ലാം ദൈവദാനം ആണെന്നിരിക്കെ എല്ലാറ്റിനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടതിന് പകരം എല്ലാം സ്വന്തമാണെന്നും സ്വന്തം നേട്ടമാണെന്നും കരുതി അഹങ്കരിക്കുന്നതും മറ്റുള്ളവരെ പുച്ഛിക്കുന്നതും തരം താഴ്ത്തുന്നതും വലിയ തിന്മയാണ്. അഹങ്കാരമാണ് മറ്റനേകം തിന്മകളിലേക്ക് നയിക്കുന്നത്. എന്നിൽ അഹങ്കാരമുണ്ടോ? ദ്രവ്യാഗ്രഹം. ഹൃദയത്തിൽ സമ്പത്തിന് മുഖ്യ സ്ഥാനം നൽകി ചിന്തയും പ്രവൃത്തിയും ബന്ധങ്ങളുമെല്ലാം സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കി ദൈവം വെറുക്കുന്ന മാർഗങ്ങളിലൂടെ പോലും പണമുണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്ത് ജീവിക്കുന്നത് വലിയ തിന്മയാണ്. എന്നിൽ ദ്രവ്യാഗ്രഹമുണ്ടോ? മോഹം. തന്നെയും മറ്റുള്ളവരുടെയും ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തിരിച്ചറിഞ്ഞ് ജഡിക വികാരങ്ങളെ ആത്മാവിൻ്റെ പ്രേരണയാൽ നിയന്ത്രിക്കാതെ ദുർമോഹങ്ങളെ താലോലിക്കുന്നത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും. അത് വലിയ തിന്മയാണ്. എന്നിൽ മോഹം ഉണ്ടോ? കോപം ജഡിക പാപമാണ്. വലിയ ദുരന്തങ്ങളിലേക്കും മറ്റനേകം മാരക പാപങ്ങളിലേക്കും നയിക്കുന്നതാണത്. എന്നിൽ കോപമുണ്ടോ? കൊതി. ജീവിത ലക്ഷ്യം തന്നെ ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്നതിലാണെന്ന ധാരണയും ഭക്ഷണത്തിൻ്റെ രുചിയുടെ പേരിൽ കലഹവും നാവിനെ തൃപ്തിപ്പെടുത്താൻ അമിത ചിലവും ധൂർത്തും നടത്തുകയും വിശക്കുന്നവനെപ്പറ്റി ചിന്തയില്ലാതെ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെടുകയും ചെയ്യുന്ന ഭക്ഷണാസക്തി ജഡിക വ്യാപാരങ്ങളിൽ ഒന്നാണ്. എന്നിൽ കൊതിയുണ്ടോ?
അസൂയ മറ്റുള്ളവരുടെ ഉയർച്ചയിലും സന്തോഷത്തിലും അസ്വസ്ഥതയുണ്ടാവുകയും മറ്റുള്ളവരുടെ വേദനയിലും തളർച്ചയിലും സന്തോഷിക്കുകയും ചെയ്യുന്ന പൈശാചികത അസൂയയാണ്. ഇത് അപവാദങ്ങളിലൂടെയും ഏഷണിയിലൂടെയും കുറ്റം വിധിക്കലിലൂടെയും പരദ്രോഹത്തിലേക്ക് നയിക്കുന്നു. എന്നിൽ അസൂയയുണ്ടോ? അലസത ദൈവം നൽകിയ വിലപ്പെട്ട ദാനങ്ങൾ, സമയം, അവസരങ്ങൾ, സൗകര്യങ്ങൾ, സാധ്യതകൾ ഇവയെല്ലാം നന്മ ചെയ്യുവാനായി ഉപയോഗിക്കുകയും വളർത്തുകയും ചെയ്യേണ്ടതിനു പകരം പാഴാക്കി കളയുന്ന വലിയ തിന്മ, അതാണ് അലസത. തന്നെയും മറ്റുള്ളവരുടെയും വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യാൻ കടപ്പെട്ടതോ ചെയ്യാമായിരുന്നതോ ആയ നന്മകളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിൽ അലസതയുണ്ടോ? നമുക്ക് വിചിന്തനം ചെയ്യാം.